വെക്ടേഴ്സ് ഡിറ്റർമൈൻഡ് ബൈ ലെങ്ത് ആൻഡ് ആംഗിൾ ആണ് നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ. ഇവിടെ നമുക്ക് ഒരു വെക്ടറിൻ്റെ ലെങ്തും തരും, ആ വെക്ടർ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും തരും. ഇതുപയോഗിച്ച് നമുക്ക് വെക്ടറിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഇവിടെ കണ്ട് വെക്ടർ വി തന്നിട്ടുണ്ട്, പേർപ്പിൾ കളറിൽ കാണുന്നതാണ് വെക്ടർ വി. അതിൻ്റെ ലെങ്ത് നോം വി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, ആ വെക്ടർ നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് തീറ്റ മെഷർമെൻറ്റിൽ എടുത്തിരിക്കുന്നത്. തീറ്റ ആംഗിളിലാണ് ഈ വെക്ടറിൻ്റെ ആംഗിൾ. ഈ വെക്ടർ നമുക്ക് എവിടെയുള്ള വെക്ടർ ആണെങ്കിലും ശരി, അതിനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒറിജിനൽ ഇനീഷ്യൽ പോയിൻ്റ് ഉള്ള വെക്ടേഴ്സിൻ്റെയാണ് ഈ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഈ ട്രയാങ്കിളിലേക്ക് നോക്കിയാൽ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഒറിജിനലും വെക്ടറിൻ്റെ ടെർമിനൽ പോയിന്റിലും ടെർമിനൽ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. അതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. സോ ആ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡായ വെർട്ടിക്കൽ ലൈനിന് നോം വി സൈൻ തീറ്റയാണ് വാല്യൂ എന്ന് കിട്ടും. പിന്നെ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡായ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ലെങ്ത് നോം വി ഇൻറ്റു കോസ് തീറ്റ ആണെന്ന് കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഈ ഹൊറിസോണ്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താ? ഈ വെക്ടറിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്. വെർട്ടിക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താ? ഈ വെക്ടറിൻ്റെ വൈ കോർഡിനേറ്റ് ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് നോം വി കോസ് തീറ്റയും വൈ കോർഡിനേറ്റ് നോം വി സൈൻ തീറ്റയും ഇതിന് സിമിലറായ ഒരുപാട് രീതിയിൽ ഒരുപാട് കേസിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെക്ടറിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് നോം വി കോസ് തീറ്റയാണ്, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നോം വി സൈൻ തീറ്റയാണ്. സോ ദ വെക്ടറിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നോം വി കോസ് തീറ്റ, നോം വി സൈൻ തീറ്റ. ആ വെക്ടറിനെ നമ്മൾ വി ഈസ് ഈക്വൽ ടു നോം വി ഇൻറ്റു കോസ് തീറ്റ സൈൻ തീറ്റ, അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു നോം വി കോസ് തീറ്റ ഇൻറ്റു വെക്ടർ ഐ പ്ലസ് നോം വി സൈൻ തീറ്റ ഇൻറ്റു വെക്ടർ ജെ എന്ന് എഴുതാം. യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ലെങ്ത് 1 ആയിരിക്കും. അപ്പോൾ ആ കേസിൽ നമുക്ക് അതിനെ യു ഈസ് ഈക്വൽ ടു കോസ് തീറ്റ സൈൻ തീറ്റ ഓർ യു ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു ഐ കോസ് തീറ്റ ഇൻറ്റു ജെ എന്ന് പറഞ്ഞിട്ട് എഴുതാം. കണ്ടോ? നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലമാണ് ഇവിടെ ഉള്ളത്. എക്സാമ്പിൾ നോക്കിയോ. ഫൈൻഡ് ദ വെക്ടർ ഓഫ് ലെങ്ത് 2 ദാറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് π/4 വിത്ത് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. അപ്പോൾ വെക്ടറിൻ്റെ ലെങ്ത് 2 ആണ്, ആംഗിൾ π/4 ആണ്. അപ്പോൾ വെക്ടറിൻ്റെ കോർഡിനേറ്റ്സ് എന്താ? നോം വി ഇൻറ്റു കോസ് π/4 ഐ പ്ലസ് നോം വി ഇൻറ്റു സൈൻ π/4 ജെ. കോസ് π/4 എന്ന് പറയുന്നത് √2 ആണ്, സൈൻ π/4 √2 ആണ്. ഇവിടെ നോം വി അല്ലെങ്കിൽ വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. വിത്ത് ദാറ്റ് വി വിൽ ഗെറ്റ് vector is equal to √2i plus √2j. ഇനി അടുത്ത പ്രോബ്ലം നോക്കിയോ. ഫൈൻഡ് ദ ആംഗിൾ ദാറ്റ് ദ വെക്ടർ v is equal to -√3i plus j makes with the positive x axis. ഒരു വെക്ടറിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് നോം വി ഇൻറ്റു കോസ് തീറ്റയാണ്. നോം വി ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്ന ഐയുടെ കൂടെ വരുന്ന ടേം. അപ്പോൾ ഐയുടെ കൂടെ വരുന്ന ടേം നോം വി ഇൻറ്റു കോസ് തീറ്റ, ദാറ്റ് ഈസ് ഹിയർ ഗിവൺ ടു ബി -√3. അതുപോലെ വെക്ടറിൻ്റെ ജെയുടെ കൂടെ വരുന്നതാണ് നോം വി ഇൻറ്റു സൈൻ തീറ്റ, എക്സ് വൈ കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ അത് ഇറ്റ് ഈസ് ഗിവൺ ടു ബി 1. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നോം വി വേണം. നോം വി വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നോം വി കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ, √(x കോർഡിനേറ്റ് സ്ക്വയർ പ്ലസ് y കോർഡിനേറ്റ് സ്ക്വയർ. അപ്പോൾ √(-√3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ നോം വി കണ്ടുപിടിച്ചു. നോം വി കണ്ടുപിടിച്ചിട്ട് നമ്മൾ വി ഡിവൈഡഡ് ബൈ നോം വി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ഡിവൈഡഡ് ബൈ നോം വി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? വിയുടെ ഡിറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. വിയുടെ ഡിറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് കിട്ടുന്നതെങ്കിൽ അവിടെ നമുക്ക് ലെങ്ത് യൂണിറ്റ് വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നോം വി ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്നുള്ളതിന് പകരം കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ, കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ എന്ന് കിട്ടും. അപ്പോൾ കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെയും വാല്യൂ നമുക്ക് നേരിട്ട് അവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നോർമലൈസ് ചെയ്തത്. നോർമലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? വി ബൈ നോം വി ഇസ് ഈക്വൽ ടു -√3/2i പ്ലസ് 1/2j എന്ന് കിട്ടി. അതായത് ഇവിടെ കോസ് തീറ്റയുടെ വാല്യൂ ആണ് -√3/2, സൈൻ തീറ്റയുടെ വാല്യൂ ആണ് 1/2. ഇതിൽ നിന്ന് നമുക്ക് തീറ്റ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. -√3/2 1/2 എന്ന് പറയുമ്പോൾ കോസ് തീറ്റ -√3/2, കോസ് തീറ്റ നെഗറ്റീവാണ്, സൈൻ തീറ്റ
പോസിറ്റീവുമാണ്. അതപ്പോൾ എവിടെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. തീറ്റ ഈസ് ഈക്വൽ ടു 5π/6. Next is vectors determined by length and a vector in the same direction. ഇവിടെ നമുക്ക് വെക്ടറിൻ്റെ ലെങ്തും തരും, ആ വെക്ടറിൻ്റെ ഡിറക്ഷനിലുള്ള വേറെ ഏതെങ്കിലും ഒരു വെക്ടറും തരും. ആ രണ്ടാമത് കിട്ടുന്ന വെക്ടർ ഒരു യൂണിറ്റ് വെക്ടർ ആവണം എന്നില്ല. പക്ഷേ യൂണിറ്റ് വെക്ടർ അല്ല കിട്ടുന്നതെങ്കിലും അതേ ഡിറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം, അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കുക? ആ വെക്ടറിനെ നോർമലൈസ് ചെയ്ത് യൂണിറ്റ് വെക്ടർ ആക്കും. അപ്പം നമുക്ക് വി എന്ന് പറയുന്നൊരു വെക്ടറിൻ്റെ ലെങ്തും തരും, ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് ആ വെക്ടറിൻ്റെ ഡിറക്ഷനിലുള്ള മറ്റൊരു വെക്ടറും തരും. അതുപയോഗിച്ച് വി എന്ന് പറയുന്ന വെക്ടറിനെ മൊത്തമായിട്ട് നമ്മൾ എഴുതുകയാണ് വേണ്ടത്. വിയുടെ ഡിറക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വിയുടെ ഡിറക്ഷൻ എന്ന് വെച്ചാൽ വിയുടെ കമ്പോണൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ അല്ല എങ്കിൽ അതിനെ ആദ്യം നോർമലൈസ് ചെയ്ത് ഒരു യൂണിറ്റ് വെക്ടർ ആക്കി യു ആക്കണം. യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറായിട്ട് അതിനെ മാറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ എന്തും ആയിക്കോട്ടെ അതിനെ നോം ഡബ്ല്യു കണ്ടുപിടിക്കുക, ഡബ്ല്യുവിനെ നോം ഡബ്ല്യു കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വെക്ടറിനെയാണ് നമ്മൾ യു എന്ന് വിളിക്കുന്നത്. ഇനി യു കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോം ഓഫ് വി നമുക്ക് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? അപ്പം ലെങ്ത് ഓഫ് വി ഇൻറ്റു യു എടുത്താൽ മതി. നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ കാണാം. ഇവിടെ നോക്കിക്കേ, നമ്മുടെ വെക്ടർ വി ആണ് പേർപ്പിൾ കളറിൽ കാണുന്നത്. ആ വെക്ടറിൻ്റെ അതേ ഡിറക്ഷനിലുള്ള മറ്റൊരു വെക്ടറാണ് വെക്ടർ എ ബി. എ എന്ന് പറയുന്ന 004 എന്നുള്ള പോയിൻറ്റും ബി എന്ന് പറയുന്ന 250 എന്ന് പറയുന്ന പോയിൻറ്റും ജോയിൻ ചെയ്യുന്ന വെക്ടർ. ആ വെക്ടറിനെ നമ്മൾ എ ബി എന്ന് വിളിച്ചത് അല്ലേ? അപ്പോൾ എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് അറിയാവുന്നത് കൊണ്ട് നമുക്ക് എ ബി എന്ന് പറയുന്ന വെക്ടർ എഴുതാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്ന വെക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ബിയുടെ കോർഡിനേറ്റ്സ് മൈനസ് എയുടെ കോർഡിനേറ്റ്സ് ചെയ്താൽ മതി. എ ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നോർമലൈസ് ചെയ്ത്, അപ്പോൾ എ ബി എന്ന് പറയുന്ന വെക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ. അതിനെ നോർമലൈസ് ചെയ്ത് നമുക്ക് എ ബി ബൈ നോം എ ബി കണ്ടുപിടിക്കുമ്പോൾ വെക്ടർ വിയുടെ ഡിറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ കിട്ടും. നോം ഓഫ് വെക്ടർ വി എന്ന് പറയുന്നത് √5 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപയോഗിച്ചിട്ട് നമുക്ക് വെക്ടർ വി കണ്ടുപിടിക്കണം. അതായത് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോണ പ്രോബ്ലം. ഫിഗർ ശരിക്കൊന്ന് കണ്ടോണേ. Here comes the problem. That figure shows a vector v of length √5 that extends along the line through A and B. Find the components of v. ഇവിടെ നമുക്ക് components of vector v കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം components of the vector എ ബി കണ്ടുപിടിക്കണം. ആ എ ബിയുടെ കമ്പോണൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ബിയുടെ ബി മൈനസ് എ ചെയ്യും അല്ലേ? ബി മൈനസ് എ ചെയ്യുന്നതാണ് ഇവിടെ. ബി മൈനസ് 250 മൈനസ് 004 ചെയ്യുമ്പോൾ 25 -4 എന്ന് കിട്ടും. ദാറ്റ് ഇസ് വെക്ടർ എ ബി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെക്ടർ എ ബിയുടെ നോം കണ്ടുപിടിക്കണം. നോം കണ്ടുപിടിച്ചതാണ്. നോം ഓഫ് വെക്ടർ എ ബി ഈസ് √2² + 5² + -4² ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു √45 വിച്ച് ഇസ് 3√5. അപ്പോൾ എ ബി കിട്ടി. നോം ഓഫ് എ ബി കിട്ടിയാൽ അതിനെ നോർമലൈസ് ചെയ്ത് എ ബി ബൈ നോം ഓഫ് എ ബി ചെയ്യും. ദെൻ ദാറ്റ് വെക്ടർ ഇസ് ടേക്കൺ ടു ബി ദ വെക്ടർ യു. അതാണ് നമുക്ക് കിട്ടുന്ന 2/3√5, 5/3√5, -4/3√5. അതാണ് നമ്മുടെ വെക്ടർ യു എന്ന് പറയുന്നത്. വെക്ടർ യു കിട്ടിക്കഴിഞ്ഞാൽ വി വെക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് നോം വി ഇൻറ്റു വെക്ടർ യു ചെയ്താൽ മതി. നോം വി ഇൻറ്റു വെക്ടർ യു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നോം വി നമുക്ക് തന്നിട്ടുണ്ട് √5 ആണ്. അപ്പോൾ √5 ഇൻറ്റു ഈ ഇവിടെ കിട്ടിയ യു വെക്ടർ ചെയ്യുമ്പോൾ 2/3√5, 5/3√5, -4/3√5നെ √5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ you will get the vector v as 2/3, 5/3, -4/3. നമുക്ക് ഒരുപാട് പരിചയമുള്ളൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ്. ഫോഴ്സിനൊരു മാഗ്നിറ്റ്യൂഡുമുണ്ട്, ഒരു ഡിറക്ഷനുമുണ്ട്. നമ്മളൊരു റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് ഡിറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഡിറക്ഷനിൽ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും ഇല്ലേ? എത്രത്തോളം ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നോ ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടാവുമെന്ന് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഉണ്ടെന്ന് നമുക്കറിയാം. സോ ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇനി നമ്മൾ ഓരോ ഒബ്ജക്റ്റിലേക്ക് ഒന്നിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റ് ലൈൻ നോക്കിയേ, ഒരു ഒബ്ജക്റ്റിലേക്ക് F1, F2 അങ്ങനെ 2 ഫോഴ്സസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സസിനെ നമ്മൾ കൺകറൻറ്റ് ഫോഴ്സസ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്കൊരു ഒബ്ജക്റ്റും ഉണ്ട്, ഒരു
പെയർ ഓഫ് കൺകറൻറ്റ് ഫോഴ്സസും ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന് വരുന്ന മാറ്റം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് ദ ഫോഴ്സസ്. F1 ഡിപ്പെൻഡ് ചെയ്യും, F2 ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ്, അത് രണ്ട് കൺകറൻറ്റ് ഫോഴ്സസ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്താൽ റിസൾട്ടായിട്ട് വരുന്നത് റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ഫോഴ്സസിൻ്റെയും കൂടി സമ്മായിരിക്കും. എന്ന് പറയുമ്പോൾ നമുക്കവിടെ അതിൻ്റെ ഫോഴ്സ് ആയതുകൊണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ സമ്മ് കൊണ്ട് നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഡിറ്റർമൈൻ ചെയ്യാം. ഈ ഫിഗറിലേക്ക് നോക്കിയേ, 17, ഫിഗർ നമ്പർ 17. ഇവിടെ നമുക്ക് നോക്കിയേ, ഈ ഫിഗറിൽ ഫോഴ്സ് F1 F2 ഈ പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. ഈ പോയിന്റിൽ F1 ആംഗിൾ 30, F2 ആംഗിൾ 40. ഈ രണ്ട് ഫോഴ്സസ് ഈ പോയിന്റിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സായ F1 + F2 എങ്ങനെ ആക്ട് ചെയ്യുന്നത് നോക്കിയേ, ഈ രണ്ട് ഫോഴ്സസിൻ്റെയും കൂടി റിസൾട്ടൻ്റ് ആയിട്ട്, അതായത് സമ്മായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സസിൻ്റെയും കൂടി സമ്മിൻ്റെ നോമാണ് റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം F1 F2 എന്ന് പറയുന്ന രണ്ട് ഫോഴ്സസ് ഒരേ പോയിന്റിൽ ആക്ട് ചെയ്താൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ F1 + F2 കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ അതിൻ്റെ ഡിറക്ഷൻ നോക്കി എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് എഡീഷൻ വെച്ചിട്ട് F1 + F2 കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ F1 + F2 ഡിറക്ഷനിലായിരിക്കും ഈ റിസൾട്ടൻറ്റ് ഫോഴ്സ് പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ട ഫിഗറിലെ ഫോഴ്സസിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലമാണിത്. സപ്പോസ് ദാറ്റ് 2 forces are applied to an eye bracket as shown in figure 11.2.17. Find the magnitude of the resultant and the angle theta that it makes with the positive x-axis. F1 ആണ് ഫസ്റ്റ് ഫോഴ്സ്, സെക്കൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് F2 ആണ്. അപ്പോൾ F2 ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ F1 ആംഗിൾ + F2 ആംഗിൾ നോക്കണം. നോക്കിയേ, F2 F1 ഇടയിലുള്ള ആംഗിളാണ് 40 ഡിഗ്രി എന്ന് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. സോ ടോട്ടൽ ആംഗിൾ ഓഫ് F2 എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. കണ്ടോ, അത് ഇവിടെ ആംഗിളിൻ്റെ കാര്യങ്ങൾ പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. F2 ആംഗിളാണ് 40 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടില്ല. 40 ഡിഗ്രി നമ്മൾ ഈ ഫിഗറിലും മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് F2 ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രി ആയിരിക്കും. ഇനി ഫോഴ്സ് ഓഫ് F1 മാഗ്നിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുണ്ട് 200 ന്യൂട്ടൺ ആൻഡ് F2 മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 300 ന്യൂട്ടൺ ആണ്. അപ്പോൾ F1 F2 നമുക്ക് കണ്ടുപിടിച്ചാൽ മാത്രമേ F1 + F2 കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ F1 കണ്ടുപിടിക്കാൻ വേണ്ടി 200 × cos 30 sin 30 എന്ന് കാണണം. നമ്മൾ ആംഗിളും ലെങ്തും തന്നിട്ടുണ്ടെങ്കിൽ വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, F1 cos 30 എന്ന് പറയുന്നത് √3/2 ആണ്, sin 30 എന്ന് പറയുന്നത് 1/2 ആണ്. സോ F1 = 100 √3 100 എന്ന് വെക്ടർ കിട്ടും. അങ്ങനെ നമ്മൾ F1 കണ്ടുപിടിച്ചു. ഇനി F2 കൂടി കണ്ടുപിടിക്കണം. F2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് F2 നോം 300 ന്യൂട്ടൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ F2 will be 300 × cos 70 sin 70. 1 ഡിഗ്രി 70 ഡിഗ്രീസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ റേഡിയൻസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ആ cos 70യും sin 70യും കണ്ടുപിടിക്കാൻ. ഇതിപ്പോൾ ഇവിടെ തന്നെ കണ്ടുപിടിക്കണം എന്നില്ല. നിങ്ങളിത് പിന്നെ ത്രൂ ഔട്ട് ദ ആൻസർ cos 70 sin 70 എന്ന് ഇട്ടിരുന്നാലും തെറ്റൊന്നുമില്ല. പിന്നെ കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിച്ച് വെക്കാം. 70 ഡിഗ്രി 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻസ് ആണ്. സോ 70 ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ π/180 × 70 റേഡിയൻസ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ cos 70 ഡിഗ്രി എന്ന് പറയുന്നത് cos π/180 × 70 റേഡിയൻസ് വെച്ചിട്ട് നമുക്ക് 0.3420 എന്ന് കിട്ടും. അതേപോലെ sin 70 ഡിഗ്രി എന്ന് പറയുന്നത് 0.9397 എന്ന് കിട്ടും. ആ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദിസ് വാല്യൂ = 300 × ആ വാല്യൂസ് ചെയ്യുമ്പോൾ 300 × cos 70 ഡിഗ്രി എന്ന് പറയുന്നത് 102.6 എന്ന് കിട്ടും. അതേപോലെ 300 × sin 70 ഡിഗ്രി എന്ന് പറയുന്നത് 281.91 എന്നും കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് F1 + F2 കണ്ടുപിടിക്കണം. F1 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 100 √3, 100 എന്ന് അല്ലേ. അപ്പോൾ അത് പ്ലസ് ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. F1 നമുക്ക് 100 √3, 100 എന്നായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. 100 √3 എന്ന് പറയുന്നത് 173.21 ആണ്. പ്ലസ് F1 + F2 ചെയ്യുമ്പോൾ ഇത് 173.21 + 102.6 എന്ന് കിട്ടും. അടുത്തത് 100 + 281.91
91 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് F1 പ്ലസ് F2ൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് 275.8 381.9 എന്ന് കിട്ടും. ഇതാണ് F1 പ്ലസ് F2. ഇനി F1 പ്ലസ് F2 കണ്ടുപിടിക്കുമ്പോൾ F1 പ്ലസ് F2ൻ്റെ റിസൾട്ടൻറ്റും വേണം, റിസൾട്ടൻറ്റിൻ്റെ ആംഗിൾ തീറ്റയും വേണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ തീറ്റ വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് F1 വെക്റ്റർ പ്ലസ് F2 വെക്റ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെ F1 പ്ലസ് F2 എന്ന് പറയുന്നത് വെക്റ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ നോം ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. ഈ വെക്റ്ററിന് തൽക്കാലം കൺവീനിയൻസിന് വേണ്ടിയിട്ട് വെക്റ്റർ F എന്ന് ഞാൻ വിളിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പം നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് നോം ഓഫ് F ആണ്. നോം ഓഫ് F എന്ന് പറയുന്നത് √275.8 ദ ഹോൾ സ്ക്വയർ പ്ലസ് 381.9 ദി ഹോൾ സ്ക്വയർ. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ നോം ഓഫ് F കണ്ടുപിടിക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 275.8 ദ ഹോൾ സ്ക്വയർ പ്ലസ് 381.9 ദ ഹോൾ സ്ക്വയർ എടുത്തിട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 471.1 ന്യൂട്ടൺ എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് എഫും നോം എഫും കിട്ടി. നമുക്കറിയാം എഫിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നോം എഫ് ഇൻറ്റു കോസ് തീറ്റയും നോം എഫ് ഇൻറ്റു സൈൻ തീറ്റയുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 275.8 എന്ന് പറയുന്നതാണ് എന്ത്, നോം എഫ് ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്നത്. അവിടുന്ന് നമുക്ക് കോസ് തീറ്റയുടെ വാല്യൂ കിട്ടും. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 275.8 ഡിവൈഡഡ് ബൈ നോം ഓഫ് എഫ്. നോം ഓഫ് എഫ് എന്ന് പറയുന്നത് 471.1 ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 275.8 ഡിവൈഡഡ് ബൈ 471.1. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 54.2 ഡിഗ്രീസ് എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാം.